ഞാൻ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് രമ്യ വിജീഷ് കൂടി ചേരുന്നുണ്ട്. ഈ ചർച്ചയ്ക്കിടയ്ക്ക് രമ്യ ഒന്ന് എഴുന്നേറ്റ് പോയിരുന്നു. അതിന് ഈ ഇസ്രായേലിൻ്റെ പശ്ചാത്തലം എന്തായെന്ന് നമുക്കറിയില്ല. കാരണം എപ്പോഴും അലർട്ടുകൾ വരികയും ബങ്കറിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് രമ്യ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണിപ്പോൾ ഓൺലൈനായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിവരങ്ങളൊന്ന് രമ്യയിൽ നിന്ന് തേടേണ്ടതുണ്ട്. രമ്യ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ചതുപോലെ ഗസയിൽ നടന്ന ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവം അറിയാം. അവിടെ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇപ്പോൾ ഇറാനിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി അതിരൂക്ഷമാണ്. വലിയ ആക്രമണങ്ങൾ ആണ് നടക്കുന്നത്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും മരണസംഖ്യയൊക്കെ വളരെ കുറവ് തന്നെയാണ്. വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. കാരണം നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രമ്യ അടക്കം എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ആക്ച്വലി അഭിലാഷൻ, ഇസ്രായേൽ യുദ്ധം തീരുമാനിച്ച് ഇറങ്ങണേക്കാൾ മുമ്പ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഇൻകം ഔട്ട്പുട്ട് എന്ന് അവർ ഓൾറെഡി എല്ലാം അവർക്കറിയാതെ അതനുസരിച്ചിട്ട് എല്ലാവരും ഷെഡ്യൂൾ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലില് ഇന്നിപ്പോ ബഷവേൽ ഹോസ്പിറ്റലിലാണ് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായത്. പക്ഷെ ഓൾറെഡി അവർ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഓപ്പറേഷൻ കേസ് ആയാലും അതുപോലെ മറ്റുള്ള പേഷ്യൻസ്, കിടപ്പ് പേഷ്യൻസ് ഒക്കെ ആയാലും അവർ ഓൾറെഡി അത് മാറ്റിയിട്ടുണ്ട് അവര്. പിന്നെ ഹോസ്പിറ്റലുള്ളത് നിലവിൽ ഇപ്പൊ നടക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അടുത്ത സേഫ്റ്റി റൂം എല്ലാം അവൈലബിൾ ആണ്. അവര് വെൽ പ്ലാൻഡ് ആണ്. പിന്നെ ഒരുപാട് ഇത് കത്തിയമ്പരും എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അതായത് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ IDF അതിനെല്ലാത്തിനും ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സ് അവർ എടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇപ്പൊ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് തന്നെ ഇതിന്റെ ഇടയ്ക്ക് അതർ സൈഡിൽ ഇത് വന്നിരുന്നു, റോക്കറ്റ് സൈറം വന്നു. അപ്പൊ ഇവിടെ എങ്ങോട്ടാണോ എന്നറിയാനായിട്ടാണ് ലിസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓൾറെഡി TV-യിൽ എഴുതി കാണിക്കും ഇന്ന വന്നത്. അതാണ് ഞാൻ എഴുന്നേറ്റ് പോയി ചെക്ക് ചെയ്യാനായിട്ട് പോയത്. അതായത് ഇത്രമേൽ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോഴും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ജനങ്ങളുമായി, മലയാളികൾ ഉൾപ്പെടെയുള്ളവരുമായി നടക്കുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു 10-20 മിനിറ്റ് മുമ്പേ നമുക്ക് ഇൻഫോർമേഷൻ വരുന്നുണ്ട്. ഫോണിൽ എക്സ്ട്രീം അലേർട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് 5 മിനിറ്റ് കിട്ടും. പിന്നെ നമുക്ക് റൂമിൽ കയറാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിങ്ങൾ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ വരും അലേർട്ട് എന്ന് പറയും. അതിന് ശേഷമാണ് അലേർട്ട് വരുന്നത്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അവർ പറയുന്ന ഈച്ച് ആൻഡ് എവരി മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി. രമ്യ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ ഗാസ സംഘർഷ സമയത്തടക്കം ഇസ്രായേലിൽ നിന്ന് നിരവധിയായ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു, നിരവധി വിവരങ്ങൾ പങ്കുവച്ചതുമാണ്. ആ സമയത്തൊന്നും അവിടെ സാധാരണക്കാരായ ആളുകളെ ഒന്നും അത് അല്പം പോലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആ അറ്റാക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കി അല്ലെങ്കിൽ ചെറുത്തിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതത്തെ, അതായത് സാധാരണ ജീവിതത്തെ, ഇപ്പോൾ മലയാളികൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. നമുക്കൊക്കെ ഒരു ജീവിത രീതിയുണ്ടല്ലോ, കൃത്യമായി ഓഫീസുകളിൽ പോവുക, സ്കൂളുകൾ കൃത്യമായി പ്രവർത്തിക്കുക. അത്തരം സാധാരണ ജീവിത രീതിയെ എത്രത്തോളം ഇപ്പോൾ, ഞാൻ ഏറ്റവും റീസെൻ്റായ സാഹചര്യമാണ് ചോദിക്കുന്നത്, ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ? ഇല്ല, അതൊരിക്കലും ബാധിക്കില്ല. ഇവിടുത്തെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അതാണ്. ഇവർക്കറിയാം ഏത് സമയത്ത് എന്ത് വരും. IDF-ന് ഇവർക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഒരു എല്ലാ കടകളും ഷോപ്സും ഓപ്പൺ ആണ്. നമുക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. പക്ഷെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ബങ്കറുകൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇന്നോട്ട് ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിലെ പിള്ളേർക്ക് ക്ലാസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കമാണല്ലോ ഈ ഇറാന്റെ ആക്രമണം തിരിച്ചുണ്ടാകുന്നത്. അവിടെയുള്ളവർക്കും ഈ പറയുന്നത് പോലെ കൃത്യമായി സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇസ്രായേലിന് സാധിക്കുന്നു എന്നാണോ? ആദ്യം തന്നെ നമുക്കൊരു എക്സ്ട്രീം അലേർട്ട് വന്നു. വരുമ്പോ അതിൽ പിന്നെ വരുന്നത് നിങ്ങളുടെ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം അത് ഏത് ഏരിയ ആണെന്ന് അവരത് ഡിവൈഡ് ചെയ്ത് ഏത് ഏരിയയിലേക്ക് വേണ്ടെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് നമുക്ക് സൈറൺ വരും. ആ സൈറന് തൊട്ടുമുമ്പ് മെസ്സേജ് വരും, റോക്കറ്റ് ആൻഡ് മിസൈൽസ് വരുന്നുണ്ട് ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ എന്ന് പറയും. അപ്പൊ നമുക്ക് സൈറൺ കിട്ടുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറും. നമ്മൾ അകത്തേക്ക് കയറി ഇത് ചെയ്യും. ഞാൻ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിരുന്നു ഞാൻ ആദ്യം നിന്നിട്ടുന്ന്. കാരണം ഞാൻ 6th ഫ്ലോർ അപ്പായിരുന്നു. താഴത്ത് എനിക്ക് ഇവരെയും കൊണ്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട്. ഫാമിലിയൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അവരെ നമ്മളെ വേറൊരു വീട്ടിലേക്ക്, ഏരിയ 2-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പേഷ്യന്റ് തന്നെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി റൂം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടായാലും നമുക്ക് ഗവൺമെന്റ് ആയാലും ഫാമിലി ആയാലും നമുക്ക് കൂടെ നിൽക്കാം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരുപാട് പേടി, അങ്ങനെ ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ഈ സംഘർഷം തുടരുമ്പോഴും നാട്ടിലേക്ക് വരണമെന്നോ അവിടെ നിന്ന് പോരണമെന്നോ എന്ന തോന്നലൊന്നും മലയാളികൾക്ക് പൊതുവെ ഉണ്ടാകുന്നില്ല അല്ലേ?
തോന്നലിന്റെ അല്ല. അപ്പൊ നമുക്ക് പേടി തോന്നേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവർ പറഞ്ഞനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് പേടിയുടെ ഒരു ആവശ്യമില്ല. പേടിക്കുവാണെങ്കിൽ നമ്മൾ ഇത് പിന്നെ കുറച്ചുപേര് എക്സിറ്റ് ആവാൻ വേണ്ടി ഇരുന്നവരുണ്ട്. അവര് ഇപ്പൊ ഓൾറെഡി എംബസി ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ലിങ്ക്. നമുക്ക് ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്റ്റ് വഴി നമുക്ക് നാട്ടിലെത്താനുള്ള ഫെസിലിറ്റീസ് എംബസി ചെയ്തിട്ടുണ്ട്. അവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അങ്ങനെ പോകുന്നവർക്ക് പോരാൻ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധിയുമില്ല അല്ലെ? ഇല്ല, പ്രതിസന്ധിയും പ്രശ്നമൊന്നുമില്ല. പോകുന്നവർക്ക് പോരാൻ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എൻക്വയറി വരും, നിങ്ങൾ പോവാൻ താല്പര്യമുണ്ടോ എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്റ്റ് വഴി നമുക്ക് നാട്ടിലേക്ക് പോകാം. അതിന് പ്രോബ്ലം ഒന്നുമില്ല. യെസ്, എന്തായാലും ഞാൻ തിരികെ എത്താം. തീർച്ചയായും അലർട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പിൻവാങ്ങുക, സുരക്ഷിതമായി തന്നെ തുടരുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. ചർച്ചയെ കാര്യമാക്കേണ്ടതില്ല. ഏത് നിമിഷവും അലർട്ട് വന്നാൽ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം എന്നുകൂടി ഞാൻ രമ്യയെ അറിയിക്കട്ടെ. ഒപ്പം ശ്രീ ഷിനാസ്